നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ്. കപ്പ, റൈസ്, പുട്ട് ഇതിനോടൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഫിഷ് കറി തയ്യാറാക്കാൻ എന്തൊക്കെ ആവശ്യമായി വേണ്ടതെന്ന് നോക്കാം. ഈ 600 ഗ്രാം പാക്കറ്റിൽ നിന്ന് നമുക്ക് 300 ഗ്രാമാണ് വേണ്ടത്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കണം. ഇനി ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തും 3 പച്ചമുളകും അരഭാഗം ടൊമാറ്റോ കട്ട് ചെയ്ത് ഓരോ ടേബിൾ സ്പൂണും ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മാങ്ങയാണ് വേണ്ടത്. ഇനി നമുക്കൊരു സോസ് പാൻ വെച്ചതിന് ശേഷം അതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കറിവേപ്പില, ഇത് ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ്. ലിസ്ബണിൽ ഈ കറിവേപ്പില കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഫ്രഷ് ഇടാതെ ഇതുപോലെ ഡ്രൈ ആയിട്ടിട്ടത്. അത് നല്ല വേണ്ടി വന്നതിന് ശേഷം അതിലോട്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് 3 ചേർക്കുക. എന്നിട്ട് അത് നല്ല ഒന്ന് വഴറ്റിയെടുക്കും. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുമാണ് ചേർത്തത്. അതൊന്ന് നല്ല വഴറ്റിയെടുക്കണം, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. എന്നിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് അതും ഒന്ന് നല്ല വറുത്തെടുക്കണം, ഇതുപോലെ റെഡിഷ് കളർ ആവുന്നത് വരെ. എന്നിട്ട് ഒരു അരഭാഗം കട്ട് ചെയ്ത ടൊമാറ്റോ ചെറുതായി സ്ലൈസാക്കി എടുത്തതാണ്, അത് അതിലോട്ടിട്ടിട്ട് അതും ഒന്ന് നല്ല വഴറ്റിയെടുക്കണം. എന്നിട്ടൊരു അല്പം ചൂടുവെള്ളം ചേർക്കുക. ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ മസാല എല്ലാം അതിൽ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. ഇപ്പോൾ അത് മൂടി തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ടൊമാറ്റോ. ഇനി അതിലോട്ട് കുറച്ച് കട്ട് ചെയ്ത മാങ്ങ ചേർക്കാം. എന്നിട്ട് അതും ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ സമയം കുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലോട്ട് ചേർക്കണം. എന്നിട്ട് അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലയെല്ലാം അതിൽ നല്ല പിടിക്കാൻ വേണ്ടിയാണ് ചെമ്മീനിലോട്ട്. ചെമ്മീൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും ഇങ്ങനെ ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച കുടംപുളി ചേർക്കുക. അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു 3 ചെറിയ പീസ് ചേർത്താൽ മതി. ഈ സമയം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. അതെന്നിട്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചെമ്മീൻ ക്ലീനാക്കിയ സമയത്ത് ഉപ്പ് ചേർത്താണ് ക്ലീനാക്കിയത്, അതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റിയിൽ ഉപ്പ് ചേർത്തത്. ഇനി അല്പം ചൂടുവെള്ളം അതിലോട്ട് ഒഴിക്കാം. അപ്പോൾ മസാല എല്ലാം അതിൽ നല്ലവണ്ണം പിടിക്കും, അതിന് വേണ്ടിയാണ്. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. മൂടി തുറന്നതിന് ശേഷം ഒന്ന് നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി അതിലോട്ട് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കുക, ഒരു 3/4 കപ്പ്. എന്നിട്ട് അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അതൊന്ന് കഴുകി അതും കൂടെ ഒഴിച്ചതിന് ശേഷം ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ അത് ലൂസാക്കി എടുക്കാം. അല്പം കൂടെ ചൂടുവെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഒരല്പം കൂടെ ചൂടുവെള്ളം ചേർക്കണം. നല്ല തിളച്ച് വരുന്ന സമയം അതിലോട്ട് 1/4 ടീസ്പൂൺ ഡ്രൈ റോസ്റ്റ് ചെയ്ത ഉലുവാപ്പൊടി ചേർക്കുക. എന്നിട്ട് അത് നല്ല ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. അതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഉലുവാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒന്നുകൂടെ ഒന്ന് തിക്കാവാനുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ലിസ്ബണിലും അതുപോലെ സ്കോട്ട്ലാൻഡിലെ ഇന്ത്യൻ ഹോട്ടലിലൊക്കെ ചെമ്മീൻ കറിയിൽ ടൊമാറ്റോയും മാങ്ങയും ചേർത്താണ് റെഡിയാക്കുന്നത്. അത് വളരെ രുചികരമായി തോന്നിയത് കൊണ്ട് ഈ ചെമ്മീൻ കറി അതേ ടേസ്റ്റിൽ വന്നതുകൊണ്ടും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്കായ ഗ്രേവി ആയിട്ടുണ്ട്. കടുക് വറുത്ത് ചേർക്കണം.
ഒരു സോസ് പാൻ വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ചേർക്കണം. കറിവേപ്പില ഫ്രഷായിട്ടുള്ള കറിവേപ്പില ആണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ്. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ സ്ലൈസാക്കിയതും 1-2 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ചെറിയ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ. ഇനി നമുക്കത് ആ കറിയിലോട്ട് ഒഴിക്കാം. അതിങ്ങനെ എന്നിട്ട് ഉടനെ ഇളക്കാൻ പാടില്ല. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കണം. എന്നാലേ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഇറങ്ങുകയുള്ളൂ. എന്നിട്ട് അത് തുറന്നിട്ട് ഒന്ന് നല്ല മിക്സാക്കി എടുക്കണം. ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ലൊരു ചെമ്മീൻ കറിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിയിലുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് കൂടാതെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. റിപ്ലൈ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇതിനു മുന്നേ ചെമ്മീൻ വെച്ചിട്ടുള്ള റോസ്റ്റ്, ചെമ്മീൻ മസാലക്കറി, ചെമ്മീൻ ബിരിയാണി ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചെമ്മീൻ കറിയോടൊപ്പം കഴിക്കാൻ റൈസും കപ്പയുമാണ് റെഡിയാക്കിയത്. ഇതിനോടൊപ്പം നല്ല രുചികരമാണ്. എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.